ഈ റെഡ് കളർ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ബ്രാൻഡുകളല്ലേ? യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ജിയോ, ക്ലോസപ്പ്. ഇനി ബ്ലൂ കളർ ആണെങ്കിലോ? ഡെൽ, പെപ്സി, ഓറിയോ, അങ്ങനെ കുറെ ബ്രാൻഡുകളൊക്കെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരാറില്ലേ? ഇതിനെയാണ് ശരിക്കും കളർ സൈക്കോളജി എന്ന് പറയുന്നത്. നമ്മുടെ മൂഡ്സ്, ഇമോഷൻസ്, ഫീലിങ്സ്, ബിഹേവിയർ, ഡിസിഷൻ ഇതിനെയൊക്കെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കളേഴ്സിന് സാധിക്കും. ഇതിന് നമുക്ക് മാർക്കറ്റിംഗ്, ഡിസൈനിങ്, ആർട്സ് ഇത്തരത്തിലുള്ള മേഖലകളിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാനും പറ്റും. ജനറലി നമ്മൾ കളേഴ്സിനെ കോൾഡ് കളർ ആൻഡ് വാം കളർ എന്നിങ്ങനെ രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കളർ സൈക്കോളജി നോക്കിയാൽ റെഡ്, യെല്ലോ, ഓറഞ്ച് ഈ കളേഴ്സൊക്കെ എനർജി, കോൺഫിഡൻസ്, ഡിറ്റർമിനേഷനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലൂ, ഗ്രീൻ, പേർപ്പിൾ ഇത്തരം കോൾഡ് കളേഴ്സ് റിലാക്സേഷൻ, കാംനെസ്സിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. സൊമാറ്റോ, KFC, കൊക്കോകോള ഇത്തരം ഫുഡ് ബ്രാൻഡുകൾ റെഡ് കളറാണ് അവരുടെ ബ്രാൻഡ് കളറായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ റെഡ് കളറിൻ്റെ ഒരു പ്രത്യേകത മെറ്റബോളിസം കൂട്ടാനും മനുഷ്യന്മാർക്ക് വിശപ്പ് തോന്നിപ്പിക്കാനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഫോർഡ്, ലിങ്ക്ഡിൻ, ഫേസ്ബുക്ക് പോലുള്ള ബ്രാൻഡുകൾ എടുത്തു കഴിഞ്ഞാൽ അവരവരുടെ ബ്രാൻഡ് കളറായിട്ട് ചൂസ് ചെയ്തിട്ടുള്ള ബ്ലൂ കളറാണ്. സേഫ്റ്റി, ലോയൽറ്റി, ഫ്രണ്ട്ലി ഒക്കെയാണ് ഈ ഒരു കളർ ഡീനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ രണ്ട് കളറും കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു കളർ ബ്ലാക്ക് ആയിരിക്കും. ബ്ലാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി സീരിയസ് അല്ലെങ്കിൽ ക്ലാസിക്, കുറച്ചും കൂടി ലക്ഷറിയസ് ആയിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് ബ്ലാക്ക് കളർ തരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കളർ സൈക്കോളജിയുടെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ എന്തായാലും കാണുമല്ലേ, ആ കളർ നിങ്ങളെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫേവറേറ്റ് കളർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.